ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ലോഡ് സ്റ്റാർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 13th ലെസനായ ജഹാം പഹിയാ ഹെ എന്ന ലെസനാണ് പഠിക്കാൻ പോകുന്നത്. ജഹാം പഹിയാ ഹെ എന്താണ് ഈ ഹെഡിങ്ങിൻ്റെ മീനിങ്? ജഹാം പഹിയ, പഹിയ എന്ന് വെച്ചാൽ വീൽ അല്ലേ, പഹിയ ചക്രം. അപ്പം പഹിയ എന്നുള്ള വേർഡ് കൊണ്ട് ഗതിയെ ആണ് സൂചിപ്പിക്കുന്നത്. ഗതി, ഗതി എന്ന് മീൻസ് സ്പീഡ്, ചലനം, യാത്ര അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ, ഒരു വാഹനം ഉണ്ടെങ്കിൽ നമ്മുടെ യാത്ര കുറച്ചും കൂടി സുഗമമാകും, കുറച്ചും കൂടി എളുപ്പത്തിലാകും അല്ലേ, കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പം അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, വേഗത. പഹിയ എന്നുള്ള വേർഡ് കൊണ്ട് വേഗതയാണ് സൂചിപ്പിക്കുന്നത്, ഗതിയെ. അപ്പം ഇവിടെ തമിഴ്നാട്ടിലെ പുതുക്കോട്ടൈ എന്ന സ്ഥലത്ത് അവിടുത്തെ സാധാരണ ഒരു ഗ്രാമപ്രദേശത്ത് ഉള്ള സാധാരണ സ്ത്രീകൾ അവർ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. അപ്പോൾ ഈ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിലുണ്ടായ വളരെ വലിയ ഒരു മാറ്റത്തെയാണ് ഇതിൽ ലേഖകൻ സൂചിപ്പിക്കുന്നത്. അപ്പം ഇതൊരു പത്ര റിപ്പോർട്ടാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലേഖനമാണ്. അപ്പം ലേഖകൻ നമ്മളോട് പറയുന്നത് ആ പുതുക്കോട്ടയിലുള്ള സ്ത്രീകൾ എല്ലാത്തിനും അവരുടെ അച്ഛനെയോ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ അവരുടെ ബ്രദറിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ എല്ലായിടത്തും പോവുകയും വരികയും എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിച്ചിരുന്നത്. പക്ഷേ സ്വന്തമായിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതിലൂടെ അവർക്ക് എല്ലാ കാര്യത്തിനും ആരെയും ആശ്രയിക്കാതെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാം സ്വന്തമായിട്ടും വളരെ എളുപ്പത്തിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. അതിലൂടെ അവരുടെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി. അതാണ് അപ്പോൾ ഈ ലെസണിൽ പറയുന്നത്. ഓക്കെ, നമുക്കിനി ലെസണിലോട്ട് കടക്കാം. പുതുക്കോട്ടൈ, തമിഴ്നാडु. साइकिल चलाना एक सामाजिक आंदोलन है. कुछ अजीब सी बात है ना, लेकिन चौंकने की बात नहीं है. ഇപ്പോൾ പുതുക്കോട്ടൈ, തമിഴ്നാടുവിലെ നമ്മൾ പത്ര റിപ്പോർട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ആദ്യം ഇങ്ങനെ പ്ലേസിൻ്റെ പേരുണ്ടാകും, എന്നിട്ടാണ് ആ റിപ്പോർട്ട്, ആ സ്ഥലത്തെക്കുറിച്ചുള്ള ആ ന്യൂസ് തുടങ്ങാം. അതുപോലെയാണ് ഇവിടെ പുതുക്കോട്ടൈ, തമിഴ്നാടു. സൈക്കിൾ ചലാന ഏക്ക് സാമാജിക് ആന്തോളൻ ഹെ അല്ലേ, ഇതൊരു സാമൂഹിക, ഒരു സോഷ്യൽ മൂവ്മെൻ്റാണ്. സൈക്കിൾ ചലാന, സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മൂവ്മെൻ്റാണ്. കുച്ച് അജീബ് സി ബാത്ത് ഹേന, അപ്പം ഇതൊരു അത്ര എന്താണ് യുണീക്കായിട്ടുള്ള ഒരു മാറ്ററാണോ, ഒരു കാര്യമാണോ ഇത്? ആണോ? ലേക്കിൻ ചൗക്കിനേക്ക് ബാത്ത് നഹി ഹെ അല്ലേ. പക്ഷെ ആശ്ചര്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. നമുക്കിതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇതിന് ഇത്ര പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്ക് തോന്നും അല്ലേ. ആശ്ചര്യപ്പെടേണ്ട കാര്യമാണോ? ആശ്ചര്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യമൊന്നും അല്ല. പുതുക്കോട്ടൈ ജില്ലയ്ക്ക് हज़ारों नवसाक्षर ग्रामीण महिलाओं के लिए यह अब आम बात है. പുതുക്കോട്ടൈ ജില്ലയിലെ ഹസാരോം നവസാക്ഷർ, അതായത് ആയിരക്കണക്കിന് നവസാക്ഷരരായിട്ടുള്ള, പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന നവസാക്ഷരരായിട്ടുള്ള ഗ്രാമീണ മഹിളകൾക്ക് ഇത് വളരെ ഒരു സാധാരണ കാര്യമാണ്. അബ് ആം ബാത്ത് ഹെ, ഇത് വളരെ സാധാരണ കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഈ സൈക്കിൾ ഓടിക്കുക എന്നത്. अपने पिछड़ेपन पर लात मारने, अपना विरोध व्यक्त करने और उन जंजीरों को तोड़ने का जिनमें वे जकड़े हुए हैं, कोई न कोई तरीका लोग निकाल ही लेते हैं. कभी कभी ये तरीके अजीबों गरीब होते हैं. अपने പിച്ചടേപ്പൻ പർ ലാത്ത് മാർനെ, അവരുടെ ആ പിന്നോക്കാവസ്ഥ അല്ലേ, പിച്ചടേപ്പൻ പിന്നോക്കാവസ്ഥയെ അവർ എന്താണ് കിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ തുരത്തി ഓടിക്കുക, അവരതിനെ ഇല്ലാതാക്കുക അല്ലേ, ഉന്മൂലനം ചെയ്യുക. അവരുടെ ആ പിന്നോക്കാവസ്ഥയെ അവർ മറികടന്ന് മുൻപോട്ട് വരിക. അപ്പന വിരോധ് വ്യക്ത കർണ, എല്ലാത്തിനും എതിരായിട്ടുള്ള അവരുടെ ആ പ്രതിരോധം, ആ പ്രതികരണം അവരത് വ്യക്തമാക്കുക. ഓർ ഉൻ ജൻസീരോം കോ തോടിന അല്ലേ, അവരെ കെട്ടിയിട്ടിരിക്കുന്ന ആ ചങ്ങലകളെ അവരെ പൊട്ടിച്ചെറിയുക. അവരുടെ എന്താണ് ആ പിന്നോക്കാവസ്ഥയെ അല്ലെങ്കിൽ അവരെ ഒന്നിനും സമ്മതിക്കാത്ത ആ ബന്ധനങ്ങളെ അവരെ പൊട്ടിച്ചെറിയുക. ജിന്മേ വേ ജക്കടെ ഹുയേ ഹെ അല്ലേ,
അതിലൂടെ അവർക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. കൊയ് ന കൊയ് തരീക ലോഗ് നിക്കാൽ ഹി ലേത്തെ ഹെ. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാർഗം ആളുകൾ കണ്ടെത്തുക തന്നെ ചെയ്യും. കബി കബി ഏ തരീക്കെ അജീബോം ഗരീബ് ഹോത്തെ ഹെ. ചിലപ്പോൾ ആ രീതികൾ അവർ കണ്ടെത്തുന്ന മാർഗങ്ങൾ അത് വളരെ യുണീക്കായിരിക്കും, അല്ലെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, വളരെ സ്പെഷ്യൽ ആയിരിക്കും. ഭാരത് കെ സർവാധിക ഗരീബ് ജില്ലോ മേം സെ ഏക് ഹെ പുതുക്കോട്ടൈ. ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ വളരെ പുവർ ആയിട്ടുള്ള ഒരു ജില്ലയാണ് ഈ പുതുക്കോട്ടൈ എന്ന് പറയുന്നത്. ഭാരതത്തിൽ വെച്ച് തന്നെ, ഇന്ത്യയിൽ വെച്ച് തന്നെ നോക്കുമ്പോൾ ഏറ്റവും അധികം ദരിദ്രമുള്ള അല്ലെങ്കിൽ ഒരു പുവർ ആയിട്ടുള്ള ഒരു ജില്ലയാണ് പുതുക്കോട്ടൈ. पिछले दिनों यहाँ की ग्रामीण महिलाओं ने अपनी स्वाधीनता, आज़ादी और गतिशीलता को अभिव्यक्त करने के लिए प्रतीक के रूप में साइकिल को चुना है. पिछले दिनों അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് യഹാം കി ഗ്രാമീണ മഹിളാവുനെ, ഇവിടുത്തെ ഗ്രാമീണ സ്ത്രീകൾ അപ്പിനി സ്വാധീനത, ആസാദി ഓർ ഗതിശീലത, അല്ലേ, അവരുടെ ആ സ്വാതന്ത്ര്യം, അത് ഗതിശീലത, അവരുടെ മുൻപോട്ടുള്ള ആ പോക്ക്, ആ വേഗത, അഭിവ്യക്ത കർണേക്കേലി, അത് വ്യക്തമാക്കാനായിട്ട്, അതിൻ്റെ പ്രതീകമായിട്ട് അവർ സൈക്കിളിനെ സെലക്ട് ചെയ്തു. സ്വാതന്ത്ര്യത്തിൻ്റെ ചിഹ്നമായിട്ട്, അല്ലെങ്കിൽ അവരുടെ മുൻപോട്ടുള്ള യാത്രയുടെ പ്രതീകമായിട്ട് അവരതിന് സൈക്കിളിനെ സെലക്ട് ചെയ്തു. ഉന്മേം സെ അധികാംശ നവസാക്ഷരതി. ആ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ നവസാക്ഷരരായിരുന്നു, അതായത് യങ്സ്റ്റേഴ്സ് ആയിരുന്നു കൂടുതലും. अगर हम 10 वर्ष से कम उम्र की लड़कियों को अलग कर दे तो इसका अर्थ यह होगा कि हम ग्रामीण महिलाओं के एक चौथाई हिस्से ने साइकिल चलाना सीख लिया है. അഖർ ഹം 10 വർഷത്തെ കം ഉമ്രക്കി ലടിക്കിയോംകോ, അതായത് നമ്മൾ ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാറ്റി നിർത്തുകയാണെങ്കിൽ, അലഗ് കർ ദേത്തോ, അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ, ബാക്കിയുള്ളവർ ഇസ്ക അർത്ഥ യഹ് ഹോഗാക്കി യഹാം ഗ്രാമീണ മഹിളാവും കെ ഏക് ചൗതായി, അത് 1/4 ഭാഗം സൈക്കിൾ ചലാന സീക്ലിയാ ഹെ. അപ്പോൾ ഗ്രാമീണ സ്ത്രീകളിലെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകളിൽ 1/4 ഭാഗവും ലേഡീസും സൈക്കിൾ ഓടിക്കാനായിട്ട് പഠിച്ചു എന്നാണ് പറയുന്നത്. और इन महिलाओं में से 70,000 से भी अधिक महिलाओं ने प्रदर्शन एवं प्रतियोगिता जैसे सार्वजनिक कार्यक्रमों में बड़े गर्व के साथ अपने नए कौशल का प्रदर्शन किया और अभी भी उनमें साइकिल चलाने की इच्छा जारी है. वहाँ इसके लिए कई प्रशिक्षण शिविर चल रहे हैं. അപ്പോൾ ഈ സ്ത്രീകളിൽ 70,000, അല്ലേ, 70,000 അധിക മഹിളാവും, 70,000-ൽ കൂടുതൽ സ്ത്രീകൾ പ്രദർശൻ ഏവം പ്രതിയോഗിത, അല്ലേ, കോമ്പറ്റീഷനും പ്രദർശനങ്ങൾക്കും, ജैसे സാർവജനിക് കാര്യക്രമം, അങ്ങനെയുള്ള പബ്ലിക്കായിട്ടുള്ള പരിപാടികൾക്കും ഒക്കെ ബഡേ ഗർവ് കെ സാത്ത്, വളരെ അഭിമാനത്തോടു കൂടി, അപ്പിനെ നയേ കൗശൽ, അതായത് അവർ പഠിച്ചിട്ടുള്ള ഈ ഒരു പുതിയ ആ സൈക്കിൾ ഓടിക്കുക എന്നുള്ള ആ ഒരു അവരുടെ കഴിവ്, ആ പുതിയ കൗശൽ, അവരുടെ ആ പുതിയ കഴിവ്, അത് അവർ പ്രദർശിപ്പിക്കുകയും അല്ലെങ്കിൽ കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുകയും പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ഒക്കെ വളരെ അഭിമാനത്തോടു കൂടി ചെയ്യാൻ തുടങ്ങി. അഭിബി ഉന്മേം സൈക്കിൾ ചലാനേക്ക് ഇച്ഛ, എന്നിട്ടും ഇപ്പോഴും അവർക്ക് സൈക്കിൾ ഓടിക്കാനുള്ള ആ ആഗ്രഹം ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വഹാം ഇസ്കേലിയെ കൈ പ്രശിക്ഷൺ ശിവിർ ചൽ റഹേ ഹെ. അപ്പോൾ അവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രശിക്ഷൺ ശിവിർ, അല്ലേ, ട്രെയിനിങ് ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ട്. സൈക്കിൾ ഓടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ. ग्रामीण पुदुकोट्टई के मुख्य इलाकों में अत्यंत रूढ़िवादी पृष्ठभूमि से आई युवा मुस्लिम लड़कियां सड़कों से अपनी साइकिलों पर जाती हुई दिखाई देती है. ഗ്രാമീണ പുതുക്കോട്ടയ്ക്ക്, ഗ്രാമീണ പുതുക്കോട്ടയിലെ ആ ഗ്രാമപ്രദേശം പുതുക്കോട്ടയിലെ മുഖ്യ ഇലാക്കോമി, മെയിനായിട്ടുള്ള സെൻറ്ററുകളിൽ, മെയിനായിട്ടുള്ള ഏരിയയിൽ
അത്യന്ത റൂഢിവാദി പൃഷ്ഠഭൂമി സെ ആയി, അതായത് വളരെ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന മുസ്ലിം പെൺകുട്ടികൾ. അവർ മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ അവർ കൂടുതലായിട്ട് പെൺകുട്ടികളൊന്നും പുറത്തോട്ട് വിടില്ല, അല്ലെങ്കിൽ എന്താണ് സ്കൂളിലോട്ടും കോളേജിലോട്ടും ഒക്കെ വിടുന്നതന്നെ വളരെ കുറവായിരിക്കും അല്ലേ. കുറച്ച് ബാക്കിലോട്ട് ചിന്തിക്കുക, ഇപ്പോഴുള്ള കാലഘട്ടമല്ല, കുറച്ചും കൂടി പുറകിലോട്ട്. അപ്പം ആ സമയത്തൊക്കെ വളരെ എന്താണ് പെൺകുട്ടികളെ പുറത്തോട്ടൊന്നും വിട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ മുൻപിൽ ചെല്ലുക, ഇതൊക്കെ വളരെ എന്താണ് അവരെ അനുവദിച്ചിരുന്നില്ല, പ്രധാനമായിട്ടും മുസ്ലിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത്യന്ത റൂഢിവാദി പൃഷ്ഠഭൂമിസെ ആയി, ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് സടക്കോം സെ അപ്പിനി സൈക്കിളും പർ ജാതി ഹുയി ദിക്കായി ദേത്തി ഹെ, അവർ ആ പെൺകുട്ടികൾ പോലും സൈക്കിളിൽ ഇങ്ങനെ റോഡുകളിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുന്നത് നമുക്ക് കാണാമായിരുന്നു. जमीला बीवी नामक एक युवती ने जिसने साइकिൾ ചലാന शुरू किया है मुझसे कहा. അപ്പോൾ ജമീല ബീവി എന്ന് പറയുന്ന ഒരു യുവതി എന്താണ് സൈക്കിൾ ഓടിക്കാനായിട്ട് തുടങ്ങി, ഷുരു കിയാ ഹെ. അപ്പം എന്നിട്ട് മുജ്സെ കഹ, ലേഖകനോട് പറഞ്ഞു ജമീല ബീവി. എന്താ പറഞ്ഞത്? യഹ് മേരാ അധികാർ ഹെ, അബ് ഹം കഹീം ബി ജാ സക്തേ ഹെ, അല്ലേ, ഇതെൻ്റെ അധികാരമാണ്, അല്ലേ, ഇതെൻ്റെ റൈറ്റാണ്. അബ് ഹം കഹീം ബി ജാ സക്തേ ഹെ, ഇപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, അല്ലേ. ആരെങ്കിലും വിളിച്ചിട്ട് ചേട്ടാ ഒന്ന് കൊണ്ടുപോവോ, അച്ഛ ഒന്ന് കൊണ്ടുപോവോ എന്ന് പറഞ്ഞ് അവരുടെ പുറകെ നിൽക്കേണ്ട കാര്യമില്ല. അബ് ഹമേം ബസ് കാ ഇന്തസാർ നഹി കർനാ പഡ്താ, പിന്നെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമേ ഇല്ല, അല്ലേ. ബസ് ടൈമിനൊക്കെ ആയിരിക്കും, ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ടൈമിനൊക്കെ ആയിരിക്കും ബസ് വരിക. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ബസ്സൊക്കെ ടൈമിനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ടൈമിനുള്ള ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മുझे पता है कि जब मैंने साइकिल चलाना शुरू किया तो लोग फप्तियाम कसने थे, അല്ലേ. അപ്പോൾ ആളുകൾ, ഞാൻ എപ്പോഴാണോ സൈക്കിൾ ഓടിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ആളുകൾ എന്നെ ഒരുപാട് എന്താണ് ചീത്ത പറയുകയും അല്ലെങ്കിൽ അതിനെതിരായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു, അല്ലേ. ഫപ്തിയാം കസ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഹാവരയാണ്. അപ്പം നമ്മളെ തരം താഴ്ത്താനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഡിസ്കറേജ് ചെയ്യാവുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, അതിനെയാണ് ഫപ്തിയാം കസ്ന എന്ന് പറയുക. അപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അതിനെ എൻകറേജ് ചെയ്യില്ല, അല്ലേ. എങ്ങനെയെങ്കിലും അതൊന്ന് സ്റ്റോപ്പ് ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അതിനായിട്ടാണ് അവർ സംസാരിക്കുക. ലേക്കിൻ മേനെ ഉസ് പർ കോയി ധ്യാൻ നഹി ദിയ, പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല, അല്ലേ. നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ അതിനോടൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല. फातिमा एक माध्यमिक स्कूल में पढ़ाती है और उन्हें साइकिल चलाने का ऐसा चाव लगा है कि हर शाम आधा घंटे के लिए किराए पर साइकिल लेती है. एक नई साइकिल खरीदने की उनकी हैसियत नहीं है. ഫാത്തിമ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. ഫാത്തിമ ഏക്ക് മാധ്യമിക് സ്കൂൾ മേം പഠാത്തി ഹെ, മാധ്യമിക് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഓർ ഉനേം സൈക്കിൾ ചലാനെ കാ ഏസാ ചാവ് ലഗാ ഹെ കി ഹർ ഷാം, അപ്പം സൈക്കിൾ ഓടിക്കാനായിട്ട് അവർക്ക് വളരെ ആഗ്രഹമായിരുന്നു, സൈക്കിൾ ഓടിക്കണം, പഠിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഹർ ഷാം, എല്ലാ ഈവനിങ്ങിലും ആധാ ഘണ്ടെ, ഒരു ഹാഫ് ആൻ അവർ എന്ത് ചെയ്യും, കിരായെ പർ സൈക്കിൾ ലേത്തി ഹെ, വാടകയ്ക്ക് സൈക്കിൾ എടുക്കും. എന്നിട്ട് ഏക്ക് നയി സൈക്കിൾ ഖരീദിനേക്ക് ഉൻകി ഹൈസിയത്ത് നഹി ഹെ, ഒരു പുതിയ സൈക്കിൾ വാങ്ങിക്കാനുള്ള അവസ്ഥയൊന്നും അവർക്ക് ഇല്ല, ഒരു പുതിയ സൈക്കിൾ വാങ്ങിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് വാടകയ്ക്ക് സൈക്കിൾ എടുത്തിട്ടാണ് അവർ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്. फातिमा ने बताया कि साइकिल चलाने में एक खास तरह की आज़ादी है. ഫാത്തിമ ലേഖകനോട് പറഞ്ഞത് എന്താണ്? സൈക്കിൾ ഓടിക്കുമ്പോൾ ഏക്ക് ഖാസ് തരഹ്ക്ക്, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമാണ്, അല്ലേ, അതിലൂടെ അവർക്ക് ഫീൽ ചെയ്യുന്നത്, അവർ അനുഭവിക്കുന്നത്. ഹമേം കിസി പർ നിർഭർ നഹി രഹന പടുത്ത, നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലേ, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. മേം കബി ഇസെ നഹി ചോടൂങ്കി, ഞാൻ ഒരിക്കലും ഇതിനെ ഉപേക്ഷിക്കില്ല, ഇതിനെ വിട്ടുകളയില്ല, അല്ലേ. ജമീല, ഫാത്തിമ ഓർ ഉൻകി മിത്ര ആവക്കനി ഇൻ सबकी उम्र 20 वर्ष के आसपास है और इन्होंने अपने समुदाय की अनेक युवतियों को साइकिल चलाना सिखाया है. അപ്പം ജമീല, ഫാത്തിമ, അതുപോലെ
അവരുടെ ഫ്രണ്ടായിട്ടുള്ള അവക്കനി, ഇവരുടെയൊക്കെ വയസ്സ് എത്രയാണ്? 20 വയസ്സാണ്. 20 വയസ്സിന് ആസ്പാസ്, ഏതാണ്ട് ഒരു 20 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഓർ ഇനോനെ അപ്പിനെ സമുദായിക്ക് അനേക യുവതിയോംക, അവരവരുടെ സമുദായത്തിൽപ്പെട്ട മുസ്ലിം കാസ്റ്റിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ത്രീകൾക്ക് അവർ സൈക്കിള് ഓടിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരെ അവർ സൈക്കിൾ ഓടിക്കാനായിട്ടും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്, എപ്പോഴും വീട്ടിനകത്ത് തന്നെ ഒതുങ്ങിയിരിക്കുക, പുറത്ത് പോകണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുക, ഒന്നും സ്വന്തമായിട്ട് പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകളെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ടെന്ന്. इस जिले में साइकिल की धूम मची हुई है. इसकी प्रशंसकों में है महिला खेतिहर मजदूर, पत्थर खदानों में मजदूरी करने वाली औरतें और घावों में काम करने वाली नर्सें. इस जिले में, ഈ ജില്ല എന്ന് വെച്ചാൽ പുതുക്കോട്ടൈ ജില്ലയിൽ സൈക്കിൾ കി ധൂം മച്ചി ഹുയി ഹെ, സൈക്കിളിൻ്റെ ഒരു ആഘോഷമാണ് അല്ലേ. സൈക്കിള് ഓടിക്കുക എന്ന് പറയുന്നത് ഇപ്പം എല്ലാവിടെയും എവിടെ നോക്കിയാലും എല്ലാവരും സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു, പുതിയ സൈക്കിളുകൾ മേടിക്കുന്നു. അപ്പം ഇസ്കി പ്രശംസകോമേം ഹേ, അത് പ്രശംസിക്കുന്നവർ, അതിനെ എൻകറേജ് ചെയ്യുന്ന ആളുകളിൽ ആരൊക്കെയാണ്? മഹിള ഗേത്തിഹർ മസ്ദൂർ, അതായത് സ്ത്രീകളായിട്ടുള്ള പാടത്തും പറമ്പിലും ഒക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. പിന്നെ പത്തർ ഖദാനോമേ മസ്ദൂരി കർണേ വാലി ഔരത്തേം, കൽക്കോറികളിൽ ജോലിയെടുക്കുന്ന സ്ത്രീകൾ. ഓർ ഘാവോമേം കാം കർണേ വാലി നർസേം, ഗ്രാമത്തിൽ ഹോസ്പിറ്റലിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഉണ്ടാവുമല്ലോ, അപ്പം അവിടുത്തെ നേഴ്സുമാർ ഒക്കെയാണ് ഇതിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നത്. बालवाड़ी और आंगनवाड़ी कार्यकर्ता बेशकीमती पत्थरों को तराशने में लगी औरतें और स्कूल की अध्यापिकाएं भी साइकिल का जमकर इस्तेमाल कर रही है. പിന്നെ ആരൊക്കെയാണ് ഈ സൈക്കിൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്? ബാൽവാടി ഓർ അംഗൻവാടി അല്ലേ. ബാൽവാടിയും അംഗൻവാടിയും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ബാൽവാടി അല്ലെങ്കിൽ അംഗനവാടിയിൽ പ്രവർത്തിക്കുന്ന ജോലിയെടുക്കുന്ന സ്ത്രീകൾ ബേഷ്കീമത്തി പത്തറോംകോ, അതായത് കുറച്ച് വിലപിടിപ്പുള്ള കല്ലുകളാണ്. അതിനെ തരാശിനേമേം പറഞ്ഞാൽ അതിനെ ഷേപ്പ് ചെയ്യുക, അതിനെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലോട്ട് മാറ്റുക, അങ്ങനെ ചെയ്യുന്ന അതൊരു ജോലിയാണ്. ആ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഔരത്തെയും. ഓർ സ്കൂൾക്ക് അധ്യാപിക, സ്കൂളിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ്, അധ്യാപികമാർ, അവരൊക്കെയാണ് കൂടുതലായിട്ട് സൈക്കിള് യൂസ് ചെയ്തിരുന്നത്. ग्राम सेविकाएं और दोपहर का भोजन पहुंचाने वाली औरतें भी पीछे नहीं है. പിന്നെ ഗ്രാമസേവികമാരുണ്ട്, പിന്നെ ഉച്ച സമയത്ത് ഭക്ഷണം എത്തിക്കുന്ന അല്ലേ. ഇപ്പോൾ വീട്ടിൽ അച്ഛനോ അല്ലെങ്കിൽ ബ്രദറോ ഹസ്ബൻഡോ ഒക്കെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉച്ചയാകുമ്പോഴായിരിക്കും ഫുഡ് റെഡി ആക്കിയിട്ട് അവരെവിടെയാണോ ജോലി എടുക്കുന്നത് അവിടെ കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഒക്കെ ഉള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ഫുഡ് റെഡിയാക്കിയിട്ട് ജോലി സ്ഥലങ്ങളിൽ, ഇപ്പോൾ പാടത്തൊക്കെ ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് ജോലി എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വല്ല ഫാക്ടറികളിലും ഒക്കെ അല്ലേ. അപ്പോൾ അവർക്കുള്ള ഒന്നിച്ചിട്ട് ഫുഡ് റെഡിയാക്കി നമ്മൾ ഫുഡ് അവർക്ക് സപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ജോലിയായിട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ സ്വന്തം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള സ്ത്രീകൾക്കും ഈ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഇത് വളരെ യൂസ്ഫുള്ളായിരുന്നു. അവരൊക്കെ ഈ സൈക്കിൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു. सबसे बड़ी संख्या उन लोगों की है जो अभी नवसाक्षर हुई है. അപ്പോൾ ഏറ്റവും വലിയ ഒരു സംഖ്യ എന്ന് പറയുന്നത് ഉൻ ലോഗോം കി ഹെ, ഏതാളുകളായിരുന്നു? ജോ അഭി നവസാക്ഷർ ഹുയി ഹെ, ഇപ്പം പഠിച്ചിറങ്ങിയ പുതിയ നവസാക്ഷരരായിട്ടുള്ള സ്ത്രീകളാണ് കൂടുതലായിട്ട് ഇതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. ജിസ് കിസി നവസാക്ഷർ അഥവാ നയി നയി സൈക്കിൾ ചലാനെ വാലി महिला से मैंने बातचीत की, उसने साइकिल चलाने और अपनी व्यक्तिगत आज़ादी के बीच एक सीधा संबंध बताया. അപ്പോൾ ജിസ് കിസി നവസാക്ഷർ, ഏതെങ്കിലും ഒരു നവസാക്ഷരായിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിച്ച സ്ത്രീയോട്, പെൺകുട്ടികളോട് ലേഖകൻ സംസാരിക്കുമ്പോൾ, മേനെ ബാച്ചീത് കീലെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള മറുപടി എന്താണ്? ലേഖകന് കിട്ടിയ മറുപടി എന്താണ്? ഉസിനെ സൈക്കിൾ ചലാനെ ഓർ അപ്പിനി വ്യക്തിഗത ആസാദിക്കെ ബീച്ച്, അവർ സൈക്കിൾ ഓടിക്കുകയും അതിലൂടെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആ സ്വാതന്ത്ര്യത്തിനും ഇടയ്ക്ക് ഏക സീധാ സംബന്ധ ബത്തായ, ഒരു സ്ട്രെയിറ്റ് റിലേഷൻ ഉണ്ട് അല്ലേ. അവർ സൈക്കിൾ ഓടിക്കുന്നതും അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട് എന്നാണ് അവർ പറയുന്നത്. साइकिल आंदोलन की एक अगुवा
का कहना है मुख्य बात यही है कि इस आंदोलन ने महिलाओं को बहुत आत्मविश्वास प्रदान किया. बस സൈക്കിൾ ഓടിക്കുന്ന ആന്തോളൻക്ക് ഏക അഗ്വ, സൈക്കിൾ ഓടിക്കാൻ ഇവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലീഡർ, അഗ്വ എന്ന് വെച്ചാൽ ലീഡർ പറഞ്ഞ ഒരു കാര്യമാണ് മുഖ്യ ബാത്ത് യഹി ഹേ കി, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈസ് ആന്തോളനെ, ഈ മൂവ്മെൻറ്റ് മഹിളാവോംകോ ബഹുത്ത് ആത്മവിശ്വാസ് പ്രദാൻ കിയ, ഈ മൂവ്മെൻറ്റിലൂടെ അത് സ്ത്രീകൾക്ക് വളരെയധികം വളരെ വലിയൊരു ആത്മവിശ്വാസമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിലൂടെ എന്നാണ് ഇതിൻ്റെ ഒരു ലീഡർ ലേഖകനോട് പങ്കുവച്ച കാര്യം. महत्वपूर्ण यह है कि इसने पुरुषों पर उनकी निर्भरता कम कर दी है. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇസ്നെ പുരുഷോं पर उनकी निर्भरता कम कर दी है, അല്ലെ, പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറയ്ക്കാനായിട്ട് സാധിച്ചു. अब हम प्रायः देखते हैं कि कोई औरत अपनी साइकिल पर 4 किलोमीटर तक की दूरी आसानी से तय कर पानी लाने जाती है. പിന്നെ अब हम प्रायः देखते हैं, ഇപ്പോൾ സാധാരണയായിട്ട് കൂടുതൽ കാണുന്നത് कोई औरत, ഏതൊരു സ്ത്രീ ആണെങ്കിലും अपनी साइकिल पर 4 किलोमीटर तक की दूरी, അതായത് സൈക്കിളിൽ 4 കിലോമീറ്റർ വരെ ദൂരത്തോട്ട് ആസാനീസെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തൈക്കർ പാനി ലാനെ ജാതി ഹെ, അവർക്ക് 4 കിലോമീറ്റർ ഒക്കെ ദൂരം അവർ ഒറ്റയ്ക്ക് എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. കബി കബി സാത്ത് മേം ഉസ്കെ ബച്ചെ ഭി ഹോത്തെ ഹെ, ചിലപ്പോൾ അവരുടെ കുട്ടികളും കൂടെ കാണും. യഹാം തക് കി സൈക്കിൾ സെ ദൂസരെ സ്ഥാനോം സെ സാമാൻ ഡോനെ കി വ്യവസ്ഥ ഭി ഖുദ് ഹി കി ജാ സക്തി ഹെ. അപ്പോൾ ചിലപ്പോൾ അവരുടെ കുട്ടികളെയും കൊണ്ടായിരിക്കും അവർ പോകുന്നത്. ചെറിയ കുട്ടികളാണെങ്കിൽ വീട്ടിൽ തനിയെ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോവാറുണ്ട്. എഹാം തക്ക് കി സൈക്കിൾ സേ ദൂസരെ സ്ഥാനോം സേ സാമാൻ ധോനെ കി വ്യവസ്ഥ, പിന്നെ പോകുന്ന സമയത്ത് നമ്മൾ സാധനങ്ങളൊന്നും ചുമന്നുകൊണ്ട് പോകണ്ട, അല്ലേ, സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിളിൽ എടുത്തുകൊണ്ട് പോകാം. ഗുദ് ഹി കി ജാ സക്തി, അത് നമുക്ക് സ്വന്തം ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അച്ഛനെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ ആരെങ്കിലും വിളിക്കേണ്ട ആവശ്യവും ഇല്ല. നമുക്ക് സൈക്കിളുണ്ട്, ഓടിക്കാൻ അറിയുമെങ്കിൽ സ്വന്തമായിട്ട് അതിൽ തന്നെ കൊണ്ടുപോകാം. लेकिन यकीन मानिए जब इन्होंने साइकिल चलाना शुरू किया तो इन पर लोगों ने जमकर प्रहार किया जिसे इन्हें झेलना पड़ा. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൈക്കിൾ ഓടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അത് അത്ര എളുപ്പമായിരുന്നില്ല, അല്ലേ, അവർക്ക് ഒരുപാട് എല്ലാ വശത്തുനിന്നും അവർക്ക് ഒരുപാട് ആളുകൾ അതിനെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള പ്രതികരണം അവർക്ക് എല്ലാവർക്കും ലഭിച്ചു. പക്ഷെ അവരതെല്ലാം സഹിക്കേണ്ടതായിട്ട് വന്നു. ഗന്ദി ഗന്ദി ടിപ്പണിയാം കി ഖയി ലേക്കിൻ ധീരെ ധീരെ സൈക്കിൾ ചലാനേക്കോ സാമാജിക് സ്വീകൃതി മിലി. അപ്പം ഗന്ദി ഗന്ദി ടിപ്പണിയാന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അതിന് ആൾക്കാർ പറഞ്ഞു, മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ ലഭിച്ചു. പക്ഷെ പതുക്കെ പതുക്കെ സൈക്കിൾ ഓടിക്കുക എന്നുള്ളത് ആ ഒരു സൊസൈറ്റി മുഴുവനും, ആ സമൂഹം മുഴുവനും അംഗീകരിച്ചു തുടങ്ങി, അവരെ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. പതുക്കെ പതുക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ, പെൺകുട്ടികൾ അവർ ഓടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നായപ്പോൾ പിന്നെ എല്ലാവരും പതുക്കെ പതുക്കെ അത് അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. ഇസ്ലിയെ മഹിളാവോനെ ഇസെ അപ്നാലിയ, അങ്ങനെ സ്ത്രീകൾ അതിനെ സ്വീകരിക്കുകയും ചെയ്തു. साइकिल प्रशिक्षण शिविर देखना एक असाधारण अनुभव है. किला कुर्ची गांव में सभी साइकिल सीखने वाली महिलाएं रविवार को इकट्ठी हुई थी. साइकिल चलाने के आंदोलन के समर्थन में ऐसे आवेग दिखकर कोई भी हैरान हुए बिना नहीं रह सकता. पर साइकिൾ പ്രശിക്ഷൺ, ഒരു സൈക്കിൾ ട്രെയിനിങ് ക്യാമ്പിൽ സൈക്കിൾ ട്രെയിനിങ് ക്യാമ്പിൽ പോയി ചെന്ന് കാണുന്നത് ഏക്ക് അസാധാരണ അനുഭവം ഹേ, ഒരു അസാധാരണമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണത്. കിലാകുർച്ചി ഖൗമേം സബി സൈക്കിൾ സിംഖിനെ വാലി മഹിളയും രവിവാർക്കോ ഇക്കട്ടി ഹുയിതി. കിലാകുർച്ചി എന്ന സ്ഥലത്ത്, കിലാകുർച്ചി എന്ന ഗ്രാമത്തിൽ എല്ലാ സൈക്കിൾ പഠിക്കുന്ന മഹിളകളും സ്ത്രീകളും രവിവാർ സൺഡേ ഇക്കട്ടി ഹുയിതി, അല്ലേ, അവർ ഒരുമിച്ച് ചേരും. അവർ ഈ കിലാകുർച്ചി ഗ്രാമത്തിൽ സൈക്കിൾ ഓടിക്കുന്ന എല്ലാ സ്ത്രീകളും ഒരു സ്ഥലത്ത് ഈ സൺഡേ എല്ലാവരും ഒരുമിച്ച് ചേരും. साइकिल चलाने के आंदोलन के समर्थन में ऐसे आवेग देखकर कोई भी हैरान हुए बिना नहीं रह सकता. അപ്പം സൈക്കിൾ ഓടിക്കുന്ന ഈ മൂവ്മെൻറ്റിനെ സമർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്പീഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു
എന്താണ് താല്പര്യം, ഇഷ്ടം, അല്ലെങ്കിൽ അവരുടെ അത് കാണുമ്പോൾ എല്ലാവർക്കും വളരെ ആശ്ചര്യത്തോടു കൂടി അല്ലാതെ ഇതിനെ നോക്കി നിൽക്കാനായിട്ട് സാധിക്കില്ല. ഉനേം ഇസേ സീഖ്ന ഹി ഹെ. साइकिल ने उन्हें पुरुषों द्वारा धोपे गए दायरे के अंदर रोज़मर्रा की घिसी पीटी चर्चा से बाहर निकलने का रास्ता दिखाया. അപ്പോൾ ഉനേം ഇസേ സീഖ്ന ഹി ഹെ, അവർക്കത് പഠിക്കുക തന്നെ വേണം അല്ലേ. സൈക്കിളിനെ ഉനേം, അപ്പോൾ സൈക്കിള് ഈ സ്ത്രീകളെ പുരുഷന്മാരുടെ ദോപ്പേ ഗയെ ദായരയ്ക്ക് അന്തർ, അതായത് പുരുഷന്മാരുടേതായിട്ടുള്ള അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവർ പറയുന്നത് മാത്രം അനുസരിച്ചിട്ട് അവരുടേതായിട്ടുള്ള ഒരു വട്ടത്തിൽ ജീവിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും അവർക്ക് പുറത്തു വരാനായിട്ട് ബാഹർ നിക്കലിനേക്കാ രാസ്താദിക്കായ, പുറത്തു വരാനായിട്ടുള്ള ഒരു വഴി കാണിക്കുന്നതാണ് ഈ സൈക്കിൾ പഠനം എന്ന് പറയുന്നത്. ഈ നവ സൈക്കിൾ ചാലക് ഗാൻ ബി ഗാത്തി ഹെ. ഈ നവസാക്ഷരരായിട്ടുള്ള ഈ പുതിയതായിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടുള്ള സ്ത്രീകൾ അവർ ഒരു പാട്ടും പാടുന്നുണ്ട്. പാട്ട് പാടിയിട്ടൊക്കെയാണ് സൈക്കിൾ ഓടിച്ചു വരുന്നത്. ഉൻ ഖാനോ മേം സൈക്കിൾ ചലാനെ കോ പ്രോത്സാഹൻ ദിയാ ഗയാ ഹെ. ആ പാട്ടിൽ എന്താണ്, അവർക്ക് സൈക്കിൾ ഓടിക്കാനുള്ള ഒരു പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാനായിട്ട് ഒരു പ്രോത്സാഹനം നൽകുന്നതാണ് ആ പാട്ട്. इनमें से एक गाने की पंक्ति का भाव है, ओ बहिना आ सीखे സൈക്കിൾ ഘൂമേം സമയ്ക്കേ പഹിയേ സംഘ്. അപ്പം ഈ അതിൽ ആ പാട്ടിൻ്റെ ഒരു വരിയുടെ മീനിങ് എന്തുവാണെന്ന് വെച്ചാൽ, ഓ ബഹിന ആ സീഖേ സൈക്കിൾ ഘൂമേം സമയ്ക്കേ പഹിയേ സംഘ്. ഓ ബഹിന എന്ന് വെച്ചാൽ സഹോദരി, ബഹൻ അല്ലേ, സഹോദരി. ആ സീഖേ അതായത് വരൂ, സൈക്കിൾ ഓടിക്കാനായിട്ട് പഠിക്കൂ അല്ലേ, സൈക്കിൾ ഓടിക്കാനായിട്ട് പഠിക്കൂ. ഘൂമീം സമയ്ക്കേ പഹിയേ സംഘ്, എന്നിട്ട് നമുക്ക് കറങ്ങാം, സമയത്തിൻ്റെ ആ ചക്രത്തോടൊപ്പം നമുക്ക് കറങ്ങാം. അപ്പം സമയം വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, അതിനോടൊപ്പം സ്പീഡിൽ സഞ്ചരിക്കാൻ നമുക്കും സൈക്കിളുടെ ഹെൽപ്പ് വേണം, അല്ലാതെ നമുക്ക് സമയത്തോടൊപ്പം വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം നമുക്ക് കാലം പോകുന്ന പോക്കിൽ, അല്ലെങ്കിൽ കാലം മാറുമ്പോൾ നമ്മൾ മാറണം എന്നൊക്കെ പറയില്ല, അതുപോലെ കാലത്തിൻ്റെ വേഗതയിൽ മുൻപോട്ട് പോകണമെങ്കിൽ നമ്മളും ഇതുപോലെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ സഹോദരിമാരെ അതിനുവേണ്ടി മുൻപോട്ട് വരാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാട്ടാണിത്. അതിൻ്റെ ഒരു വരിയുടെ മീനിങ് ആണ്, ഓ ബഹിന ആ സീഖേ സൈക്കിൾ ഘൂമേം സമയ്ക്കേ പഹിയേ സംഘ്. जिन्हें साइकिल चलाने का प्रशिक्षण मिल चुका है, उनमें से बहुत बड़ी संख्या में साइकिल सीख चुकी महिलाएं अभी नई साइकिल सीखने वाली महिलाओं को भरपूर सहयोग देती हैं. അപ്പം ആർക്കൊക്കെയാണ് സൈക്കിൾ ഓടിക്കാനുള്ള, സൈക്കിൾ ചലാനേക്ക പ്രശിക്ഷൺ മിൽ ചുക്കാ ഹെ, സൈക്കിൾ ഓടിക്കാനുള്ള ട്രെയിനിങ് ലഭിച്ചത്, ഉന്മേൻ സെ ബഹുത്ത് ബടിയ സംഖ്യാമേം, അതിൽ വളരെ അധികം സ്ത്രീകളും, അതായത് സൈക്കിൾ ഓടിക്കാനായിട്ട് ട്രെയിനിങ് ലഭിച്ച സ്ത്രീകളിൽ ഭൂരിപക്ഷം, വളരെ വലിയ ഒരു വിഭാഗം സ്ത്രീകളും അഭി നയി സൈക്കിൾ സീഖിനെ വാലി മഹിളാവോംകോ, എന്നിട്ട് പുതിയതായിട്ട് സൈക്കിൾ പഠിക്കുന്ന സ്ത്രീകൾക്ക് ഭർപൂർ സഹयोग देती है, ഫുള്ളായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഓൾറെഡി സൈക്കിൾ ഓടിക്കാനായിട്ട് ട്രെയിനിങ് ലഭിച്ച സ്ത്രീകൾ പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് ഫുള്ളായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നെന്ന്. उनमें यह न केवल सीखने सिखाने की इच्छा दिखाई देती है, बल्कि उनके बीच यह उत्साह भी दिखाई देता है कि सभी महिलाओं को साइकिल चलाना सीखना चाहिए. അപ്പോൾ ഉന്മേം യഹാം ന കേവൽ, അവരിൽ ഇവിടെ കേവലം സീഖ്നെ സിഖാനേക്ക് ഇച്ഛ ദിക്കായി ദേത്തി ഹെ, അതായത് പഠിക്കുകയും പഠിപ്പിക്കാനുമുള്ള ഒരു ആഗ്രഹം മാത്രമല്ല അവരിൽ കാണുന്നത്, പിന്നെയോ ബൽക്കി ഉൻകെ ബീച്ച്, അവർക്കിടയിൽ യഹ് ഉത്സാഹ് ബി ദിക്കായി ദേത്താ ഹെ, ഈ ഉത്സാഹം കാണപ്പെടുന്നുണ്ട്. കി സബി മഹിളാവും കോ സൈക്കിൾ ചലാന സീഖന ചാഹിയെ, എല്ലാ സ്ത്രീകളെയും സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കണം അല്ലേ. അവർ സ്വയം പഠിക്കും, മറ്റുള്ളവരെ ആഗ്രഹിക്കുന്നവരെ പഠിപ്പിക്കും. അത് മാത്രമല്ല അവരുടെ മനസ്സിലെന്താണ്, എല്ലാ സ്ത്രീകളെയും സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഉത്സാഹം, അതാണ് അവരിൽ കാണുന്നത്. 1992 में अंतर्राष्ट्रीय महिला दिवस के बाद अब यह जिला कभी भी पहले जैसा नहीं हो सकता.
അപ്പോൾ 1992 അന്താരാഷ്ട്രീയ ഇൻ്റർനാഷണൽ വുമൻസ് ഡേക്ക് ശേഷം അബ് യഹ് ജില്ല, അപ്പം ഈ ജില്ല, ഈ പുതുക്കോട്ടൈ ജില്ല കഭി ബി പെഹലെ ജൈസാ നഹി ഹോ സക്ത, ഒരിക്കലും പഴയതുപോലെ അല്ല. हैंडल पर जंडियाम लगाए गंडियाम बजाते हुए साइकिल पर सवार 1500 महिलाओं ने पुदुकोट्टई में तूफान ला लिया. അപ്പോൾ ഹാൻഡിൽ, ഈ സൈക്കിളുടെ ഹാൻഡിലൊക്കെ ഫ്ലാഗുകൾ കെട്ടിവെച്ചിട്ട് ഗണ്ടിയാൻ ബജാത്തെ ബെല്ലൊക്കെ ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ട് സൈക്കിളിൽ 1500 സ്ത്രീകളാണ് പുതുക്കോട്ടയിൽ തൂഫാൻ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചത്. അപ്പോൾ 1500 സ്ത്രീകൾ അവരുടെ സ്വന്തം സൈക്കിളിൽ ഹാൻഡിൽ ഇങ്ങനെ ഫ്ലാഗൊക്കെ വെച്ച് ബെല്ലൊക്കെ റിങ് ചെയ്ത് അവർ ഇങ്ങനെ ഒരുമിച്ച് പാട്ടൊക്കെ പാടി ഓടിച്ചു പോയി എന്നല്ലേ. അപ്പോൾ അത് അവിടെ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. महिलाओं की साइकिल चलाने की इस तैयारी ने यहाँ रहने वालों को हक्का बक्का कर लिया. അപ്പോൾ മഹിളാവും കി സൈക്കിൾ ചലാനേക്ക് തയ്യാറി, സ്ത്രീകൾ സൈക്കിൾ ഓടിക്കാനായിട്ട് എടുത്ത ഈ എഫേർട്ട്, ആ ഒരു സ്റ്റാർട്ടിങ് യഹാം രഹനെ വാലോംകോ, അവിടെ താമസിക്കുന്ന ആളുകളെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. ഇസ് സാരേ മാംലെ പർ പുരുഷോം കി ക്യാ റായ് ഥി, അപ്പം ഈ എല്ലാ കാര്യത്തിലും പുരുഷന്മാരുടെ അഭിപ്രായം എന്താണ്? ഇസ്കെ പക്ഷമേം ആർ സൈക്കിൾസ് കെ मालिक को तो रहना ही था. इस अकेले डीलर के हम लेडीज साइकिल की बिक्री में साल भर के अंदर काफ़ी वृद्धि हुई. അപ്പം അതിൻ്റെ इसके पक्ष में ആർ സൈക്കിൾസ് കെ മാലിക്, ആർ സൈക്കിൾസ്, അപ്പോൾ സൈക്കിളുടെ ഡീലറാണ് ആർ സൈക്കിൾസ് എന്ന് പറയുന്നത്, സൈക്കിൾ ഡീലേഴ്സാണ്. അപ്പോൾ ഈ 6 സൈക്കിൾസിൻ്റെ മാലിക്, ഓണർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈസ് അഖേലെ ഡീലർക്ക്, അതായത് ഈ ഒറ്റ ഡീലേഴ്സിന് മാത്രം എഹാം ലേഡീസ് സൈക്കിൾ കി ബിക്രീമേം, അതായത് ലേഡീസ് സൈക്കിളുടെ വിൽപ്പനയിൽ സാൽ ബർക്കെ അന്തർ, ഒരു വർഷത്തിനകത്ത് കാഫി വൃദ്ധി ഹുയി, നല്ല വർധനവുണ്ടായിട്ടുണ്ട് അല്ലേ. ഈ ഒരു വർഷത്തിനുള്ളിൽ 6 സൈക്കിൾസിൻ്റെ ഡീലേഴ്സിന് മാത്രം ലേഡീസ് സൈക്കിളുടെ വിൽപ്പനയിൽ ഒരുപാട് വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാനാ ജാ സക്താ ഹൈ കി ഇസ് ആംഖടെ കോ 2 കാരണോം സെ കം കർക്കെ ആംഖാ ഗയ. അപ്പം ഇതിങ്ങനെ അളക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ കണക്കാക്കുമ്പോൾ അവർ 2 കാരണങ്ങൾ കൊണ്ടാണ് കണക്കുകൾ വളരെ കുറച്ച് കാണിക്കുന്നത്. പെഹലി ബാത്ത് തോ യഹ് ഹൈ കി ढेर सारी महिलाओं ने जो लेडीज साइकिल का इंतज़ार नहीं कर सकती थी जेंट्स സൈക്കിൾ ഖരീദിനെ ലഗി. അപ്പം അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്ത്രീകൾ, ढेर सारी महिलाओं, ഒരുപാട് സ്ത്രീകൾ ലേഡീസ് സൈക്കിൾ അപ്പം ചെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ലേഡീസ് സൈക്കിൾ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ജെൻസ് സൈക്കിൾ എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് അത് മേടിക്കുകയാണ് അവർ, അത് മേടിച്ച് അത് ഓടിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു കാരണം. പിന്നെ ദൂസരെ ഉസ് ഡീലറിനെ ബഡി സതർക്കത കെ സാത്ത് യഹ് ജാൻകാരി മുझे ദീദി ഉസെ ലഗാ കി മേ ബിക്രി കർ വിഭാഗ് കാ കൊയ് ആദമി ഹും. അപ്പോൾ പിന്നെ ഈ 6 സൈക്കിൾസിൻ്റെ ഓണർ എന്തുകൊണ്ടാണ് നമ്മുടെ ലേഖകനോട് കണക്കുകൾ വളരെ കുറച്ച് കാണിച്ചത്, ഇത്രയും സൈക്കിൾ വിൽപ്പന നടന്നിട്ടുണ്ട് എന്ന് ശരിയായ കണക്ക് പറയാത്തതിൻ്റെ കാരണം ഉസ് ഡീലറിനെ ബഡി സതർക്കത കെ സാത്ത് യഹ് ജാൻകാരി മുझे ദീ ഥി ലെ. അതായത് വളരെ ഇതാണ്, അദ്ദേഹം വളരെ ചുരുക്കിയാണ് ഈ കണക്കുകൾ, ഈ ഇതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനൊക്കെ നമ്മുടെ ലേഖകനോട് പറഞ്ഞു കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉസേ ലഗാക്കി, ഈ ലേഖകൻ ചെന്നപ്പോൾ 6 സൈക്കിൾസിൻ്റെ ഓണർ വിചാരിച്ചു മേ ബിക്രീക്കർ വിഭാഗ് കാ കൊയ് ആദ്മി ഹും അല്ലേ, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നികുതി വകുപ്പിലെ ജോലി എടുക്കുന്ന ഇൻകം ടാക്സ് വിഭാഗത്തിലോ മറ്റേ ആളായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ശരിയായിട്ടുള്ള കണക്കുകൾ പറഞ്ഞാൽ ശരിയാകില്ല എന്ന് പറഞ്ഞിട്ടാണ് വളരെ കണക്കുകൾ കുറഞ്ഞ് കാണിച്ചത് എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ ലേഖകൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും അല്ല, അത്ര അധികം സൈക്കിളുകൾ ആ വർഷത്തിന് വിറ്റ് തീർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. कुदिमी अन्नामलाई की चिलचिलाती धूप में एक अद्भुत दृश्य की तरह पत्थर के गदानों में दौड़ती भागती 22 वर्षीय मनोरमनी को लोगों ने साइकिल सिखलाते देखा.
അപ്പം കുതുമി അണ്ണാമലായി എന്ന സ്ഥലത്ത് ചിൽച്ചിലാത്തി ധൂപമേം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൂടില് വെയിലില് കത്തിജ്വലിക്കുന്ന ആ വെയിലില് ഏക്ക് അത്ഭുത ദൃശ്യക്ക് തരഹ് ഒരു അത്ഭുത ദൃശ്യം പോലെ പത്തർക്കെ ഗദാനോമേം കൽക്കോറിയില് ദൗഡ്തി ഭാഗത്തി 22 വർഷീയ മനോരമനി അപ്പം ഇങ്ങനെ ഓടിയും ചാടിയും എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്ന 22 വർഷീയ മനോരമനി അല്ലേ 22 ഇയേഴ്സ് മാത്രം ആയിട്ടുള്ള മനോരമണി എന്ന് പേരുള്ള ഒരു കുട്ടി ലോകോംനെ സൈക്കിൾ സിഖലാനെ ധേക്ക ആളുകൾക്ക് അവർ സൈക്കിൾ പഠിക്കുന്നത് കാണാം. അപ്പം അത്രയും ചൂടുള്ള വെയിലിൽ ഒരു കൽക്കോറിയിൽ പോലും എന്താണ് ആ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. അപ്പം അവർക്ക് അത് പഠിക്കാനുള്ള ആ ആഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. വെയിലാണ്, വെയിൽ പോകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ടാന്നൊന്നുമല്ല, അവർക്കത് പഠിക്കണം. അത് മാത്രമാണ് അവരുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. ഉസ്നെ മുझे बताया हमारा इलाका मुख्य शहर के कटा हुआ है, जहाँ जो साइकिल चलाना जानते हैं उनकी गतिशीलता बढ़ जाती है. वह हमारा इलाका ഉസ്നെ മുझे ബതായ അവർ എന്നോട് പറഞ്ഞു അല്ലേ, ലേഖകൻ പറയാണ്, അവരെന്നോട് പറഞ്ഞു ഹമാര ഇലാക്ക ഞങ്ങളുടെ പ്രദേശം മുഖ്യ ഷഗർ സെ കട്ടാ ഹുവാ ഹെ, അതായത് മുഖ്യ മെയിനായിട്ടുള്ള സിറ്റിയിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടാണ് അല്ലേ, കുറച്ച് ദൂരം കൂടുതലാണ്. മുഖ്യ സിറ്റിയുമായിട്ട് മെയിനായിട്ടുള്ള സിറ്റിയുമായിട്ട് ഒരുപാട് ദൂരെയാണ്. യഹാം ജോ സൈക്കിൾ ചലാന ജാനത്തെ ഹെ ഉൻകി ഗതിശീലത ബഡ് ജാതി ഹെ, ഇവിടെ ആർക്കാണോ സൈക്കിൾ ഓടിക്കാനായിട്ട് അറിയാവുന്നത് അവരുടെ ഗതിശീലത, അവരുടെ വേഗതയും വർദ്ധിക്കുമെന്ന്. അതായത് സിറ്റിയുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റിൽ വരാനും സിറ്റിയുമായിട്ട് എപ്പോഴും പോകാനും ഒക്കെ അവർക്ക് സാധിക്കുമല്ലോ. अब साइकिल चलाने के बहुत निश्चित आर्थिक निहितार्थ दे इससे आय में वृद्धि हुई है. यहाँ की कुछ महिलाएं अगल बगल के गांवों में कृषि संबंधी अथवा अन्य उत्पाद बेच आती हैं. पर साइकिल चलाने के बहुत निश्चित आर्थिक निहितार्थ है. സൈക്കിൾ ഓടിക്കുന്നതിലൂടെ വളരെ വലിയൊരു ആർത്തിക നിഹിതാർത്ഥ സാമ്പത്തികമായിട്ടുള്ള ഒരു ഏർണിങ്സും കൂടി അതിനകത്ത് ഉണ്ട്. അതിനും കൂടി അവർക്ക് ഹെൽപ്ഫുൾ ആകും അവർ ചെയ്യുന്ന ജോലിക്കും ഒക്കെ. അപ്പോൾ ഇസ്സെ ആയി മേം വൃദ്ധി ഹുയി ഹെ, അതിൽ വരുമാനത്തിൽ വർധനവുണ്ടാകും. യഹാം കി കുച്ച് മഹിളായേം അഖൽ ബഗൽ കെ ഗാവോ മേം കൃഷി സംബന്ധി അഥവാ അന്യ ഉത്പാദ ബേച്ച് ആത്തി ഹെ. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ അഖൽ ബഗൽക്ക് അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെ കൃഷി സംബന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ അവർ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് പോവാറുണ്ട്. അപ്പോൾ സൈക്കിൾ की वजह से बसों के इंतज़ार में വ്യയ് ഹോനെ വാല ഉൻക സമയ ബച്ച് ജാത്താ ഹെ. അപ്പോൾ സൈക്കിള് അവരുടെ കയ്യിലുണ്ടെങ്കിൽ, സൈക്കിൾ ഓടിക്കാൻ അറിയുമെങ്കിൽ ബസ്സിനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഒരുപാട് സമയം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, ആ സമയം അവർക്ക് ലാഭിക്കാം. ഖരാബ് പരിവഹൻ വ്യവസ്ഥ വാലെ സ്ഥാനവും കേലിയത്തോ യഹ് ബഹുത്ത് മെഹത്വപൂർണ്ണ ഹെ. വളരെ മോശമായിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉള്ള റോഡുകൾ, വളരെ മോശമായിട്ടുള്ള റോഡുകൾ, അങ്ങനെയൊക്കെയുള്ള ഏരിയയിലൊന്നും ബസ്സുകളേ ഇല്ല അല്ലേ. അപ്പം അവിടേക്കൊക്കെ അവർക്ക് സൈക്കിൾ പഠിക്കുക, സൈക്കിൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാക്കും യാത്രകൾ. दूसरे इससे इन्हें इतना समय मिल जाता है कि ये अपने सामान बेचने पर ज़्यादा ध्यान केंद्रित कर पाती है. അപ്പം ഇങ്ങനെ അവർക്ക് ലാഭിക്കുന്ന, ബസ് വെയിറ്റ് ചെയ്യേണ്ട, ഏത് പ്രദേശമാണെങ്കിലും റോഡൊക്കെ വളരെ മോശമാണെങ്കിലും അവർക്ക് സൈക്കിളിൽ ആ വഴി പോവാം. അപ്പം ഇങ്ങനെ അവർ ലാഭിക്കുന്ന സമയം, അവർക്ക് കൂടുതൽ സമയം ആ ഒരു സാധനം വിൽക്കാനായിട്ട്, കൂടുതൽ പ്രദേശങ്ങളിലോട്ട് ആ സാധനം വിൽക്കാനായിട്ട് പോകാനായിട്ട് ആ സമയം അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. तीसरे इससे ये और अधिक इलाकों में जा पाती है. അപ്പം തേർഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളിൽ വിൽപ്പനയ്ക്ക് വേണ്ടി പോകാനായിട്ടും പറ്റും. अंतिम बात यही है कि अगर आप चाहे तो इससे आराम करने का काफ़ी समय मिल सकता है. അപ്പോൾ അവസാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സമയം റെസ്റ്റ് എടുക്കാൻ, ആരാം കർണേക്ക കാഫി സമയം റെസ്റ്റ് ചെയ്യാനുള്ള കൂടുതൽ സമയവും അവർക്ക് ലഭിക്കും. जिन छोटे उत्पादकों को बसों का इंतज़ार करना पड़ता था, बस स्टॉप तक पहुंचने के लिए भी पिता भाई पति या बेटों पर निर्भर रहना पड़ता था. അപ്പോൾ ഈ ചെറിയ ഉൽപാദകർക്ക്, ഇവർ
ഇവരിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. എന്നിട്ട് അതും കൊണ്ട് അവർ അത് വിൽക്കാനായിട്ട് മറ്റടുത്തടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ പോവുകയാണ്. അപ്പോൾ ഈ ചെറിയ സംരംഭകർക്ക്, ഉൽപ്പാദകർക്ക് ബസ്സിനെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ ബസ് സ്റ്റോപ്പ് വരയ്ക്കും പോകാനായിട്ട് ചേട്ടനോടോ ഹസ്ബൻഡിനോടോ അച്ഛനോടോ ഒക്കെ ആശ്രയിക്കേണ്ട കാര്യവും ഇല്ല അല്ലേ. അവരുടെ സാധനങ്ങളൊക്കെ ചുമന്ന് ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടു തരുമോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പുറകെ നിൽക്കേണ്ട കാര്യവും ഇല്ല. വേ അപ്നാ സാമാൻ ബേച്ചനെ के लिए कुछ घिने चुने घावों तक ही जा पाती थी. അപ്പോൾ അവരുടെ സാധനങ്ങൾ വിൽക്കാനായിട്ട് വളരെ കുറച്ച് ഗ്രാമങ്ങളിൽ മാത്രമാണ് പോയിരുന്നത്. കുച്ച്കോ പേദൽ ഹി ചലന പടുത്താത, പിന്നെ ചിലവർക്ക് കാൽനടയായിട്ട് നടന്നു തന്നെ പോകണമായിരുന്നു. ജിൻകെ പാസ് സൈക്കിൾ നഹി ഹെ, അപ്പോൾ വേ പൈദൽ ഭി അബ് ഭി പൈദൽ ഹി കുച്ച്കോ പൈദൽ ഹി ചലന പടുത്താത. അപ്പം അവർക്ക് കുറച്ച് ഗ്രാമങ്ങളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ കുറേ പേര് നടന്നിട്ട് തന്നെയാണ് സാധനങ്ങൾ വിൽക്കാനൊക്കെ പോകുന്നത്. ജിൻകെ പാസ് സൈക്കിൾ നഹി ഹെ വേ അബ് ബി പൈദൽ ഹി ജാത്തി ഹെ. ആരുടെ അടുത്താണോ സൈക്കിൾ ഇല്ലാത്തത് അവരിപ്പോഴും നടന്ന് തന്നെയാണ് സാധനങ്ങൾ വിൽക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. फिर उन्हें बच्चों की देखभाल के लिए या पीने का पानी लाने जैसे घरेलू कामों के लिए भी जल्दी ही भागकर घर पहुंचना पड़ता था. അപ്പോൾ ഫിർ ഉനേം ബച്ചോം കി ദേഖ്ഭാൽ കെ ലിയെ, പിന്നീട് അവർക്ക് കുട്ടികളെ നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കുടിക്കാനുള്ള പീനേക്ക പാനി ലാനെ, കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരാനായിട്ടും ജെസെ ഘരേലു കാമ്യം കെ ലിയെ, വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ജൽദി ഹി ഭാഗക്കർ ഗർ പഹൂഞ്ചന പടുത്താതെ ഉടനെ ഓടി വീട്ടിലോട്ട് വരേണ്ടതായിട്ട് വരും അല്ലേ. കാരണം അവരുടെ കയ്യിൽ സൈക്കിൾ ഇല്ലല്ലോ. അപ്പോൾ അവരെന്തെങ്കിലും സാധനം വിൽക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ കൊച്ചുങ്ങൾ തനിച്ചാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ വെള്ളം കൊണ്ടുവരണമെങ്കിൽ ഒക്കെ അവർ ആ വിൽപ്പനയൊക്കെ പെട്ടെന്ന് നിർത്തി അവസാനിച്ചിട്ട് വളരെ പെട്ടെന്ന് അവർക്ക് വീട്ടിലോട്ട് ഓടി വരേണ്ടതായിട്ട് വരുന്നു. अब जिनके पास साइकिल है वे सारा काम बिना किसी दिक्कत के कर लेती है. അപ്പം ആരുടെ അടുത്തൊക്കെയാണോ ഇപ്പോൾ സൈക്കിൾ ഉള്ളത് അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരു ഹറിബറിയും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നുണ്ട്. इसका अर्थ यह हुआ कि अब आप किसी सुनसान रास्ते पर भी देख सकते हैं कि कोई युवा माँ साइकिल पर आगे अपने बच्चे को बैठाए पीछे कैरियर पर सामान लादे चली जा रही है. അപ്പം इसका अर्थ यह हुआ कि ഇതിൻ്റെ മീനിങ് എന്താണ്? അബ് ആപ്പ് കിസി സുൻസാൻ റാസ്തേ പർ ബി ദേഖ് സക്തേ ഹെ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ആരുമില്ലാത്ത വിജനമായ ഏരിയകളിൽ, ആളുകളൊന്നും ഇല്ലാത്ത ഏരിയയിൽ പോലും കൊയ് യുവാമാം അല്ലേ, വളരെ പ്രായം കുറഞ്ഞ അമ്മമാർ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ കുട്ടികളെ ഇരുത്തിയിട്ട്, പിന്നെ ബച്ചേക്കോ ബൈറ്റായി അവരുടെ കുട്ടികളെ ഇരുത്തിയിട്ട് പീച്ചെ കാരിയർ പർ സാമാൻ ലാധെ, പുറകിൽ കാരിയറിൽ അവരുടെ സാധനങ്ങളും ഒക്കെ കയറ്റിയിട്ട് ജാരഹിഹെ പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അവർക്ക് അവരുടെ ബിസിനസ് നടക്കും അല്ലേ, വിൽപ്പനയും നടക്കും. വീട്ടിലോട്ടാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും കുട്ടികളെയും ഇരുത്തിയിട്ട് സാധനങ്ങളും ബാക്കിൽ കയറ്റി അവർക്ക് പോകാനായിട്ട് സാധിക്കും. वह अपने साथ पानी से भरे 2 या 3 बर्तन लिए अपने घर या काम पर जाती देखी जा सकती है. പിന്നെ അവരുടെ ഒപ്പം വെള്ളം നിറച്ച 2-3 പാത്രങ്ങൾ അതും സൈക്കിളിൽ ചുമന്ന് അവരുടെ വീട്ടിൽ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. अन्य पहलुओं से ज़्यादा आर्थिक पहलू पर ही बल देना गलत होगा. അപ്പം മറ്റു വശങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് സാമ്പത്തികമായിട്ടുള്ള വശങ്ങളിൽ നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുന്നത്, അല്ലെങ്കിൽ ഈ സ്ത്രീകളൊക്കെ സൈക്കിൾ പഠിച്ചത് അവർക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാനൊക്കെയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. साइकिल प्रशिक्षण से महिलाओं के अंदर आत्मसम्मान की भावना पैदा हुई है. यह बहुत महत्वपूर्ण है. സൈക്കിൾ ട്രെയിനിങ്ങിലൂടെ, സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതിലൂടെ സ്ത്രീകളുടെ ഉള്ളിൽ സ്വയം ഒരു ആത്മഗൗരവം അല്ലെങ്കിൽ ഒരു ആത്മസമ്മാൻ അതാണ് അവർക്ക് കൂടുതലായിട്ട് അല്ലേ. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്വതന്ത്രരായിട്ട് സഞ്ചരിക്കാനും ഒക്കെ അവർ പ്രാപ്തരായി. അതാണ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫാത്തിമ കാ കഹന ഹെ, ഫാത്തിമ പറയുന്നത് ബേശക് യഹ് മാമല കേവൽ ആർത്തിക് നഹി ഹെ അല്ലേ. ഇത് വെറും സാമ്പത്തികമായിട്ട് ഏർണിങ്സിന് വേണ്ടി ചെയ്യുന്ന, ബിസിനസ്സിന് വേണ്ടിയിട്ട് ലാഭമുണ്ടാക്കാൻ വേണ്ടി മാത്രം പഠിച്ച ഒരു കാര്യമല്ല.
फातिमा ने यह बात इस तरह कही जिससे मुझे लगा कि मैं कितनी मूर्खतापूर्ण ढंग से सोच रहा था. यह बात इस तरह कही जिससे मुझे लगा कि मैं कितनी മൂർഖതാ ഡംഗസെ. അപ്പോൾ ലേഖകൻ സ്വയം ഒരു എന്താണ് മോശമായ രീതിയിൽ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് ഇതിനെക്കുറിച്ച് ആലോചിച്ച് വെച്ചത് അല്ലേ. സ്ത്രീകൾക്ക് കൂടുതൽ പേർക്കും പുറത്തുപോയി ജോലിയെടുക്കാനും അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിനും ഒക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാകും ഈ സൈക്കിൾ പഠനം. അപ്പോൾ അതിലൂടെ അവർക്ക് വീട്ടിലോട്ട് കൂടുതൽ സാമ്പത്തികമായി ലാഭമുണ്ടാക്കാനും സാധിക്കും എന്നതിലുപരി അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ആത്മസമ്മാനം വർദ്ധിപ്പിക്കുക, അവരുടെ ആത്മഗൗരവം വർദ്ധിപ്പിക്കുക, അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലായിടത്തും പോകാനും വരാനും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുക, അതൊക്കെയാണ് ഇതിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. उसने आगे कहा साइकिल चलाने से मेरी कौन सी कमाई होती है, मैं तो पैसे ही ഖവാത്തി ഹും. അപ്പം ഉസ്നെ ആകെ കഹ അല്ലേ. ഫാത്തിമ പിന്നെ ലേഖകനോട് എന്താണ് പറഞ്ഞത്? സൈക്കിൾ ചലാനേസെ മേരി കോൺസി കമായി ഹോത്തി ഹെ. സൈക്കിൾ ഓടിക്കുന്നതിലൂടെ എനിക്ക് എന്ത് സമ്പാദ്യമാണ് ഉണ്ടാകുന്നത്? മേം തോ പേസെ ഹി ഖവാത്തി ഹും. ഞാൻ പൈസയൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ചിലവാക്കാറുണ്ട്. മേരെ പാസ് ഇത്തനെ പേസെ നഹി ഹെ കി മേം സൈക്കിൾ ഖരീദ് സകും. എൻ്റെ അടുത്ത് അങ്ങനെ ഒരുപാട് പൈസയൊന്നുമില്ല, ഞാനൊരു സൈക്കിൾ വാങ്ങിക്കാനുള്ള പൈസയൊന്നുമില്ല. ലേക്കിൻ ഹർ ഷാം മേം കിരായെ പർ സൈക്കിൾ ലേത്തി ഹും താക്കി മേം ആസാദി ഓർ ഖുഷ്ഹാലി കാ അനുഭവ് കർ സഖൂം. അപ്പം എല്ലാ ഈവനിങ്ങിലും ഞാൻ വാടകയ്ക്ക് സൈക്കിൾ എടുത്തിട്ട് കിരായെ പർ സൈക്കിൾ ലേത്തി ഹും അല്ലേ, വാടകയ്ക്ക് സൈക്കിൾ എടുത്തിട്ട് സൈക്കിൾ ഓടിക്കാറുണ്ട്. അപ്പം അതിലൂടെ അവർ എന്താണ് ഫീൽ ചെയ്യുന്നത്, അവരനുഭവിക്കുന്നത് ആസാദി ഓർ ഖുഷ്ഹാലി കാ അനുഭവ് കർ സഖൂം അല്ലേ. അവരെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വല്ലാത്ത ഒരു ആത്മാവിൻ്റെ ആ ഒരു ആഹ്ലാദം അല്ലെ, ഒരു സന്തോഷം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് അവർ എല്ലാ ഈവനിങ്ങിലും സൈക്കിൾ എടുത്ത് വാടകയ്ക്ക് സൈക്കിൾ എടുത്ത് ഓടിക്കുന്നത്, അല്ലാതെ അതിലൂടെ സമ്പാദിക്കാനോ പൈസ ഉണ്ടാക്കാനോ അല്ല. പുതുക്കോട്ടെ പहुंचने से पहले मैंने इस विनम्र सवारी के बारे में कभी इस तरह सोचा ही नहीं था. അപ്പോൾ പുതുക്കോട്ടയിൽ എത്തുന്നതിന് മുൻപ് വരെ ലേഖകൻ ഒരിക്കലും ഈ ഒരു സവാരിയെക്കുറിച്ച് ഇത്തരത്തിൽ ചിന്തിച്ചിരുന്നില്ല. ഈ ലേഡീസിനെ കണ്ട് അവരുടെ എല്ലാവരുടെയും അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമാണ് ഇത് സ്ത്രീകളുടെ ഇടയിൽ എത്ര വലിയ മാറ്റമാണ് വരുത്തിയത്, അവരുടെ ജീവിത രീതിയിൽ വരുത്തിയ മാറ്റം എത്രയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ലേഖകൻ സ്വയം ബോധവാനാകുന്നത്. मैंने कभी സൈക്കിൾ को ആസാദി का प्रतीक नहीं समझता था. ഒരിക്കലും ലേഖകൻ സൈക്കിളിനെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിഹ്നമായിട്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമായിട്ട് ഇതിനെ കണ്ടിരുന്നില്ല, മനസ്സിലാക്കിയിരുന്നില്ല പുതുക്കോട്ടയിൽ എത്തുന്നത് വരെ. एक महिला ने बताया लोगों के लिए यह समझना बड़ा कठिन है कि ग्रामीण महिलाओं के लिए यह कितनी बड़ी चीज़ है. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്, ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് യഹ് സമഞ്ജന ബഡാ കഠിൻ ഹെ, ഇത് മനസ്സിലാക്കുക എന്നത് വളരെ കഠിനമായ കാര്യമായിരിക്കും. ഗ്രാമീണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര വലിയൊരു കാര്യമാണ്, ഇത് എത്ര വലിയൊരു വസ്തുവാണ് എന്നുള്ളൊരു കാര്യം ആളുകൾക്ക് ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ഉൻകെ ലിയേ तो यह हवाई जहाज उड़ने जैसी बड़ी उपलब्धി है അല്ലേ. പുതുക്കോട്ടയിലെ ഗ്രാമീണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ ഒരു പ്ലെയിൻ ഓടിച്ചതിന് തുല്യമായിട്ടുള്ളൊരു നേട്ടമാണിത്. അപ്പം നമ്മളൊരു സ്ത്രീകൾ പ്ലെയിൻ ഓടിക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര വലിയ നേട്ടമായിട്ടാണ് കാണുന്നത്, അതുപോലെ അത്രയും വലിയൊരു നേട്ടമായിട്ടാണ് അവരിതിനെ കാണുന്നത്, സൈക്കിൾ ഓടിക്കുന്നതിന്. हवाई जहाज उड़ाने जैसी बड़ी उपलब्धि है. लोग इस पर हंस सकते हैं लेकिन केवल हम की औरतें ही समझ सकती है कि उनके लिए यह कितना महत्वपूर्ण है. ലോഗ് ഇസ് പർ, ചിലപ്പോൾ ആളുകൾ ഇത് കേൾക്കുമ്പോൾ ചിരിക്കും അല്ലേ, ഓ സൈക്കിൾ ഓടിക്കുന്ന ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ വിചാരിച്ച് ചിരിച്ചു പോകും. പക്ഷേ കേവലം അവിടെയുള്ള സ്ത്രീകൾക്ക്, പുതുക്കോട്ടയിലെ സ്ത്രീകൾക്ക് മാത്രമേ അറിയാവുള്ളൂ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന്. जो पुरुष इसका विरोध करते हैं वे जाए और टहले क्योंकि जब साइकिल चलाने की बात आती है वे महिलाओं की बराबरी कर ही नहीं सकते. जो पुरुष, ഏത് പുരുഷന്മാരാണോ ഇതിനെ എതിർക്കുന്നത്, ഇതിനോട് പ്രതികരിക്കുന്നത് അല്ലേ, ഇതിനെ എതിർക്കുന്നത്, വേ ജായേ ഓർ ടഹലെ, അവർ പോട്ടെ, അവർ പോയി അവരുടെ പണി നോക്കട്ടെ അല്ലേ. ക്യോങ്കി ജബ് സൈക്കിൾ ചലാനെ കി ബാത്ത് ആത്തി ഹെ, പക്ഷേ സൈക്കിൾ ഓടിക്കേണ്ട കാര്യം വരുമ്പോൾ വേ മഹിളാവും കി ബരാബരി കർ ഹി നഹി സക്തെ, ഒരിക്കലും സ്ത്രീകളുടെ മുൻപിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല അല്ലേ. സൈക്കിൾ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സൈക്കിൾ ഓടിക്കുകയാണെങ്കിൽ അതിൽ സ്ത്രീകൾ തന്നെയായിരിക്കും
ജയിക്കുന്നത്. അത്രയധികം അവർ ആ കാര്യത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എതിർക്കാനായിട്ട് ഇനി പുരുഷന്മാരാരും മുന്നോട്ട് വരണ്ട എന്നാണ് പറയുന്നത്. പി സായിനാഥാണ് ലേഖകൻ. അപ്പം പുതുക്കോട്ടയിലെ സ്ത്രീകൾ എല്ലാവരും സൈക്കിൾ ഓടിക്കാൻ പഠിച്ച് അതിലൂടെ അവരുടെ ജീവിതത്തിൽ വന്ന വളരെ വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് ഇതിൽ ലേഖകൻ നമ്മളോട് പങ്കുവച്ചത്. ഓക്കെ, അപ്പം ലെസൺ എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.